ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ, വസ്ത്രത്തിൽ കളങ്കം പറ്റാതെ സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരാണ് ഭാഗ്യവാൻ? വേദപുസ്തകത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകത്തിൽ ആരാണ് സാക്ഷാൽ ഭാഗ്യവാൻ എന്നതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തി തരികയാണ്. ഇന്ന് മനുഷ്യർ പലരും ഞാൻ ഭാഗ്യം കെട്ടവനാണെന്ന് ചിന്തിക്കുന്നു. ഞാൻ ഭാഗ്യമില്ലാത്തവളാണ്, എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമില്ല, എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല, എനിക്ക് സമ്പത്തില്ല, എനിക്ക് സൗന്ദര്യമില്ല, എൻ്റെ കുടുംബജീവിതം തകർന്നു പോയി, എനിക്ക് മക്കളുണ്ടായില്ല, അഥവാ ഉണ്ടായ മക്കൾ എന്നോട് സ്നേഹമില്ലാത്തവരായി തീർന്നിരിക്കുന്നു. മനസ്സിൽ പല പല കാര്യങ്ങൾ കൂട്ടിയിണക്കി ഞാൻ ഭാഗ്യം കെട്ടവനാണ്, ഭാഗ്യം കെട്ടവളാണ് എന്ന് മനുഷ്യർ പലരും ചിന്തിക്കാറുണ്ട്. ഞാൻ ഭാഗ്യമില്ലാത്തവളാണ്, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്. എന്നാൽ ആരാണ് ഭാഗ്യവാനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതാണ് നാം ചിന്തിച്ചു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. സ്വർഗത്തിലെ ഒരു ശബ്ദം ഭൂമിയിൽ മുഴങ്ങി കേൾക്കുകയാണ്. എന്താണ് ശബ്ദം പറയുന്നത്? ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അത് എഴുതി വയ്ക്കുക, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പലപ്പോഴും നാം അത്രത്തോളം ചിന്തിക്കാറില്ല. മരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും പലർക്കും പേടിയാണ്. മരണം ഒരു ഭയവിഷയമാണ്. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നു, പേടിക്കേണ്ട, കർത്താവിൽ മരിക്കാനിടയായാൽ മതി, പേടിക്കേണ്ട ആവശ്യമില്ല. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. കർത്താവിൽ മരിക്കുന്നുവെങ്കിൽ പിന്തുടരുന്ന പ്രവൃത്തി കർത്താവ് തന്നെയാണ്.
കർത്താവിലാണ് മരിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ അവരിൽ കൂടി നടക്കുകയും നിവർത്തിക്കുകയും ചെയ്യും. പിന്നാലെ കർത്താവ് അവർക്ക് പിന്നാലെ നടക്കും. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഈ ഭാഗം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഒരു മൃഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. 13-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു മൃഗത്തെ നാം കാണുന്നുണ്ട്. ഏതാണ് ഈ മൃഗം? മൃഗം ആൻറ്റി ക്രൈസ്റ്റിനെ സൂചിപ്പിക്കുകയാണ്. അന്തിക്രിസ്തു എന്ന് പറയുന്ന എതിർക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ് മൃഗം. ഈ മൃഗം അനേകരെ ഉപദ്രവിക്കുകയും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവവിശ്വാസത്തിൽ നിന്ന് മനുഷ്യരെ പിന്തിരിപ്പിക്കുന്നതിനുള്ളതായ ശ്രമമാണ് മൃഗം ചെയ്യുന്നത്. മൃഗം അതൊരു ഘോര മൃഗമാണ്. മനുഷ്യനെ ഹിംസിക്കുന്ന മൃഗമാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന മൃഗമാണ്. മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന മൃഗമാണ്. ആത്മാവിനെ മുടിച്ചു കളയുന്ന മൃഗമാണ്. മനുഷ്യനെ നിത്യജീവനിൽ നിന്ന് അകറ്റിക്കളയുന്ന മൃഗമാണ് എതിർക്രിസ്തു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരാൻ ആകെ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ തടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, അവനങ്ങ് മാറിപ്പോയാൽ മതി, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. ഇത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഈ അധർമ്മമൂർത്തിയായ എതിർക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എക്കാലത്തും ഉണ്ട്. ഇപ്പോൾ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് തടുത്തുകൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് അവൻ വെളിപ്പെട്ട് വരാത്തത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തടുക്കുന്നതുകൊണ്ട് അവൻ വരുന്നില്ല. നമുക്ക് വായിച്ച് കേൾക്കാം. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. ഈ അധർമ്മമൂർത്തിയാണ് ഈ മൃഗം, ആൻറ്റി ക്രൈസ്റ്റ്, എതിർക്രിസ്തു. അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരാൻ തടസ്സം ഇപ്പോൾ വഴിയിൽ ഒരാൾ തടുത്തുകൊണ്ട് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ഇന്ന് ഇത്രയ്ക്കെങ്കിലും വിശ്വാസമുള്ളവരായി നിൽക്കുന്നതിന് കാരണം പരിശുദ്ധാത്മാവ് അധർമ്മമൂർത്തിയെ തടുത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ്. നാം എല്ലാം ദൈവത്തിന് വചനം കേൾക്കാൻ കാരണം ഇന്ന് വചനമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമുണ്ട്. നാം എല്ലാം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടി വരാൻ കാരണം ഇന്ന് ഈ അധർമ്മമൂർത്തിയെ പരിശുദ്ധാത്മാവ് തടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അധികാരസ്ഥനായ പരിശുദ്ധാത്മാവ് തടുക്കുകയാണ്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അടുത്ത വാക്യം. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഈ എതിർക്രിസ്തുവിനെ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അവൻ നശിപ്പിക്കും. തൻ്റെ 2-ാമത്തെ വരവിലെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ 2-ാമത്തെ വരവിലെ തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ യേശുക്രിസ്തുവിനെ നശിപ്പിക്കും. എന്നാൽ അവന് വരുന്ന നാശത്തെക്കുറിച്ച് അവൻ ചിന്തയില്ല. അവന് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് അവൻ വിചാരമില്ല. അവൻ മനുഷ്യനെ നശിപ്പിക്കുകയാണ്. എന്താണ് അതിന് കാരണം? ആദ്യകാലം മുതൽ മനുഷ്യനെ നശിപ്പിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്ന കാരണം നിത്യനായ ദൈവത്തോടുള്ള മത്സരമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും മനോഹര സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ ഏറ്റവും സുന്ദര സൃഷ്ടിയാണ് മനുഷ്യൻ. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കി. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. ഈ മനുഷ്യനെ നശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളം നോവും, ദൈവത്തിൻ്റെ ഹൃദയം പിടയും. നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ സൃഷ്ടിയായ മനുഷ്യന് കേടുവരുമ്പോൾ പിടയും. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേദന ഏൽക്കുന്നതാണ് പിശാചിന് സന്തോഷം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ വിശിഷ്ട സൃഷ്ടിയായ മനുഷ്യനെ നശിപ്പിക്കാൻ പിശാച് ഉദ്യമിക്കുന്നത്. പിശാചിനുണ്ട് തൃത്വം, നിങ്ങൾക്കറിയാമായിരിക്കും. സാത്താൻ എതിർക്രിസ്തു കള്ളപ്രവാചകൻ. ദൈവത്തിൻ്റെ തൃത്വമുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതുപോലെ പിശാചിനുണ്ട് തൃത്വം. സാത്താൻ എതിർക്രിസ്തു കള്ളപ്രവാചകൻ. ഈ തൃത്വം, സാത്താന്യ തൃത്വം മനുഷ്യനെ ഹിംസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിശ്വാസ ചിന്തകൾ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് തൊടുത്തുവിടുന്നു. അരുതായികൾ മനുഷ്യനെ ആക്രമിക്കാൻ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പകർത്തിവിടുന്നു.
അശുദ്ധിയിലേക്കും തിന്മയിലേക്കും അസത്യത്തിലേക്കും മനുഷ്യൻ നയിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം ഈ അധർമ്മമൂർത്തിയുടെ പ്രവർത്തന പദ്ധതികളാണ്. മനുഷ്യനെ നശിപ്പിക്കുക, പാപത്തിൽ കുടുക്കുക, തിന്മയിൽ അവനെ വശീകരിച്ച് നിർത്തുക, തിന്മയുടെ പ്രാബല്യം കൊണ്ട് മനുഷ്യനെ സ്വാധീനിക്കുക, അവൻ്റെ ഭാവി മുടിച്ചു കളയുക. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. അത്രയും മഹത്തായ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് വച്ചിരിക്കുന്നത്. കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും ഒരു മനുഷ്യൻ നിരൂപിക്കാത്തതുമായ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കലവറ നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണ്. എന്നാൽ അത് നാം അനുഭവിക്കാതിരിക്കുവാൻ പിശാച് നമ്മെ പാപത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. തിന്മയിലേക്ക് അവൻ നമ്മെ ആകർഷിച്ചുകൊണ്ട് പോകുന്നു. അവിശ്വാസ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. മ്ലേച്ഛ വികാരങ്ങൾക്ക് നാം അടിമകളായിത്തീരുന്നു. മലിനമായ മോഹങ്ങൾക്ക് നാം വിധേയരായിത്തീരുന്നു. ദ്രവ്യാഗ്രഹത്തിൻ്റെ ഭീകരമായ ആ വശീകരണം കൊണ്ട് നാം നമ്മുടെ ആത്മാവ് നശിക്കുന്നത് അറിയാതിരിക്കുന്നു. നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ഉലയുന്നത് കൊണ്ടും സ്നേഹബന്ധം തകരുന്നതുകൊണ്ടും നാം പിശാചിന് ഇടം കൊടുത്തു പോകുന്നു. ഇങ്ങനെ സാത്താൻ നമ്മെ വശീകരിച്ചു കൊണ്ടിരിക്കുന്നു. അന്ന് ആദിമ മനുഷ്യൻ സാത്താൻ്റെ ആലോചനയ്ക്ക് വശമതനായി പാവത്തിൽ വീണതുപോലെ അന്നു മുതൽ ഇന്നയോളം മനുഷ്യനെ പ്രലോഭിപ്പിക്കുകയും മനുഷ്യനെ നശിപ്പിക്കുകയും ചെയ്യുന്ന പൈശാചികൻ്റെ ഉദ്യമങ്ങളിൽ നിന്നും പലയിടത്തും പലരിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെന്ന് വാസ്തവമായി ഗ്രഹിക്കുമ്പോഴാണ് നാം നാം ജാഗ്രതയുള്ളവരായിത്തീരുന്നത്. നാം അലർട്ടായിരിക്കും, നാം ജാഗ്രതയുള്ളവരായിരിക്കും. എന്നെ നശിപ്പിക്കാൻ ഒരുത്തൻ പിറകെയുണ്ട്, എന്നെ വീഴിക്കാൻ ഒരുത്തൻ പിറകെയുണ്ട്, ഞാൻ എത്തേണ്ട സൗഭാഗ്യ സമ്പത്ത് നേടാതിരിക്കാൻ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, എന്നെ നശിപ്പിക്കുവാനും എൻ്റെ ഭാവി തകർത്ത് കളയുവാനും ഒരുവനിൽ നിന്ന് മാറാതെ നിൽക്കുന്നുണ്ട്. ഇത് നാം മനസ്സിലാക്കുമ്പോൾ നാം ജാഗ്രതയുള്ളതായിത്തീരും. പലപ്പോഴും മനുഷ്യൻ ജാഗ്രതയുള്ളവനല്ല. ഈ മനുഷ്യൻ ഈ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ച്, ഈ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ആശ വെച്ച്, ലോകത്തിൽ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നത് കൊണ്ട് അവനെ പിടികൂടാൻ പിശാചിന് എളുപ്പം സാധിക്കും. വശീകരണ വാക്കുകൾ കൊണ്ട് മനുഷ്യനെ പിശാച് വഞ്ചിക്കും. അന്ന് വശീകരണ വാക്കുകൊണ്ടാണ് സാത്താൻ ഹവ്വായെ വഞ്ചിച്ചത്. വശീകരണ വാക്കുകൾ, പ്രലോഭിപ്പിക്കുന്ന വാക്കുകൾ, നശിപ്പിക്കുന്ന വാക്കുകൾ, തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന വാക്കുകൾ, നശീകരണ വാക്കുകൾ, പ്രലോഭിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് മനുഷ്യനെ വഞ്ചിച്ചു. ആ സാത്താൻ പറഞ്ഞത് ഹവ്വ ശ്രദ്ധ വെച്ച് കേട്ടുപോയി. കഷ്ടം. അവൻ വന്നപ്പോൾ അവനെ ആദരിച്ച് തെറ്റിപ്പോയി, അവനെ സ്വീകരിച്ച് തെറ്റിപ്പോയി. ഇതെല്ലാം അപകടമായിപ്പോയി. പക്ഷേ ഹവ്വ അതൊന്നും അത്ര ചിന്തിച്ചില്ല. കാരണം വിവേകം തോൽക്കുകയായിരുന്നു, വികാരം ജയിക്കുകയായിരുന്നു. വിവേകം തോറ്റു, വികാരം ജയിച്ചു. ചിന്തിച്ചു നോക്കൂ, ഇതല്ലേ നമ്മിൽ പലർക്കും വരുന്നത്. നമുക്ക് വിവേകമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ വിവേകം തോറ്റു പോകുന്നു. നമുക്ക് വിവേകമുണ്ട്, നന്മയേത് തിന്മയേതെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ വിവേകം തോറ്റു പോകുന്നു, നമ്മുടെ വികാരമോ ജയിക്കുന്നു. വികാരത്തിൻ്റെ വിജൃംഭണത്തിൽ നമ്മുടെ വികാരം നമ്മെ കീഴ്പ്പെടുത്തി നമ്മെ വിവേകത്തെ നശിപ്പിച്ചു കളയുന്നു, വിവേകത്തെ ഇല്ലായ്മ ചെയ്യുന്നു. അങ്ങനെ നാം പാവത്തിന് അടിമപ്പെട്ടു പോകുന്നു, നാം പാവത്തിൻ്റെ വശീകരണത്തിൽ പെട്ടുപോകുന്നു. അങ്ങനെ മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഉദ്യമം. ആദിമകാലം മുതലേയുള്ള ആ പരിശ്രമം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലയിടത്ത് ഏറിയിരിക്കും, ചിലയിടത്ത് കുറഞ്ഞിരിക്കും, ചിലരിൽ ഏറിയിരിക്കും, ചിലരിൽ കുറഞ്ഞിരിക്കും. അത് സാത്താന് അറിയാം എവിടെ ആരെ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന്. ഒരുപക്ഷെ ഒരാളെ വീഴിക്കുന്നവരെ ആയിരിക്കില്ല വേറൊരാൾ വീഴിക്കുന്നത്. ഒരുവൻ്റെ വീക്ക് പോയിൻ്റ് ഏതാണെന്ന് പിശാചിനറിയാം. അയാളുടെ മനസാക്ഷിയുടെ ബലഹീനത എവിടെയാണെന്ന് പിശാചിനറിയാം. അവിടെ അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മനുഷ്യനെ വീഴിക്കുകയും ചെയ്യും. എതിർക്രിസ്തു, ഈ എതിർക്രിസ്തുവാണ് മൃഗം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്ന മൃഗം എതിർക്രിസ്തുവാണ്. 13-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാല് കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മൃഗത്തിൻ്റെ വർണ്ണന അതിനെല്ലാം ആന്തരികമായ അർത്ഥങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് വേറൊരു അവസരത്തിൽ പഠിക്കാവുന്നതാണ്. എന്നാൽ ഒന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കൂ, അത് ഈ മൃഗം വാസ്തവത്തിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന, മനുഷ്യനെ ഹിംസിക്കുന്ന മൃഗമാണ്, മനുഷ്യനെ വിഴുങ്ങുന്ന മൃഗമാണ്, മനുഷ്യനെ തകർത്ത് കളയുന്ന മൃഗമാണ്. അവൻ
ഉച്ചത്തിൽ അലറിക്കൊണ്ട് മനുഷ്യൻ സമീപിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13 അധ്യായം മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് വരും, പക്ഷേ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ആ മൃഗത്തിൻ്റെ സവിശേഷതകളും അതിൻ്റെ പ്രവർത്തന പദ്ധതികളും എല്ലാം കാണുമ്പോൾ നാം ഒന്ന് അമ്പരന്ന് പോകും. ഈ മൃഗം ഇന്നും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മൃഗം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളിൽ വഴക്കുണ്ടാകുന്നത്. ഈ മൃഗം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കൂട്ടായ്മകളിൽ ശണ്ടയുണ്ടാകുന്നത്. ഈ മൃഗം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഓഫീസുകളിൽ ചലനരഹിതമായി പോകുന്നത്, ഓഫീസുകളിൽ പ്രവർത്തനം ഇല്ലാതായി പോകുന്നത്. ഈ മൃഗം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജോലിസ്ഥലങ്ങൾ തകരാറിലാകുന്നത്. ഈ മൃഗം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മനുഷ്യഹൃദയങ്ങളിൽ വേദനകളും നിരാശകളും നെടുവീർപ്പുകളും പൊങ്ങി വരുന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഫെയിലിയേഴ്സ്, ജീവിതത്തിൽ തോൽവികൾ വരുന്നു. മനുഷ്യൻ ഹിംസിക്കാൻ തോന്നുന്നു. ഒരാൾ ഒരാളെ കൊല്ലുവാൻ നോക്കുന്നു. ഒരാൾക്ക് നഷ്ടം വരുത്താൻ നോക്കുന്നു. കവർച്ചകൾ നടക്കുന്നു, കൊള്ളകൾ നടക്കുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ പിശാചാണ്. എല്ലാം പിന്നിൽ ഇപ്പോൾ മറഞ്ഞിരിക്കുന്ന ഈ അധർമ്മമൂർത്തിയാണ്. എന്നാൽ ഇവൻ അക്ഷരീയമായി വെളിപ്പെടും. ഇത് ക്രിസ്തു ഒരു മനുഷ്യ രൂപത്തിലായിട്ട് അവൻ വെളിപ്പെടുന്ന സമയം വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് തടുത്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഈ മൃഗത്തിന് വരാൻ പറ്റുന്നില്ല, നേരിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അവൻ ഒളിഞ്ഞും പാത്തുമാണ് പ്രവർത്തിക്കുന്നത്, നേരിട്ട് പ്രവർത്തിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് മാറിയാൽ മതി, ഇവൻ രംഗത്ത് വന്നു കഴിയും. പരിശുദ്ധാത്മാവ് മാറുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തികച്ചു കഴിയുമ്പോൾ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താണ്? മണവാട്ടിയെ ഒരുക്കുക എന്നുള്ളതാണ്. ഏതാണ് ഈ മണവാട്ടി? ക്രിസ്തുവിനുള്ള മണവാട്ടിയാകുന്ന മണവാട്ടി സഭയെ ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം വിശുദ്ധന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സഭ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, യാക്കോബായ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ കത്തോലിക്ക സഭയെന്നോ അതിൽ മാർത്തോമ സഭയെന്നോ പറയുന്ന സഭയല്ല. എല്ലാം സമുദായങ്ങളാണ്, സഭകളാണ്. പക്ഷേ അതല്ല യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. പ്രിയപ്പെട്ടവരെ, ഒരു മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു വിശുദ്ധ മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മണവാട്ടി സഭയെ ഒരുക്കുന്ന കർത്തവ്യം ഏലിയാസാർ ചെയ്യുന്ന, പണ്ട് അബ്രഹാം പിതാവിൻ്റെ കാലത്ത് ഏലിയാസാർ ചെയ്തതുപോലുള്ളൊരു കാര്യമാണ്. ഏലിയാസാർ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു മണവാട്ടിയെ കണ്ടുപിടിക്കുവാനും ഒരുക്കിക്കൊണ്ടുവരുവാനും വേണ്ടി പുറപ്പെട്ടു. അങ്ങ് ഹാരാൻ വരെയും യാത്ര ചെയ്തു. പലസ്തീനിൽ നിന്ന് ഹാരാൻ വരെയും പലസ്തീനിൽ നിന്ന് മെസപ്പൊട്ടോമിയൻ സമതലം വരെയും യാത്ര ചെയ്തു. അവിടം വരെ യാത്ര ചെയ്ത് ഇസ്ഹാക്കിന് വേണ്ടി ഒരു കന്യകയെ മണവാട്ടിയായി സ്വീകരിക്കുന്നതിന് വേണ്ടി ഏലിയാസാർ പുറപ്പെടുകയാണ്. ഏലിയാസാർ പുറപ്പെട്ടു, അവിടെ ചെന്നു. അവിടെ ഹാരാനിൽ ബെഥുവേലിൻ്റെ ഭവനത്തിലെത്തി. പക്ഷേ അത്ഭുതം, ഭവനത്തിലെത്തുന്നതിന് മുൻപ് തന്നെ മണവാട്ടിയെ കണ്ടു കഴിഞ്ഞു. അന്ന് റിബേക്ക ഒരു കൊച്ചു പെൺകുട്ടിയാണ്, യൗവനത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. അവൾ ആടുകളെ നോക്കുകയായിരുന്നു. ആടുകളെ നോക്കിക്കൊണ്ട് വന്ന് അവൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയായിരുന്നു. തിരുതരെ കിണറ്റിലേക്ക് ഓടി ഇറങ്ങി, പടിക്കെട്ടുകളുണ്ട്, കിണറ്റിലേക്ക് ഓടി ഇറങ്ങി വെള്ളം കോരുന്നു. പെട്ടെന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ആടുകൾക്ക് കൊടുക്കുന്നു. പിന്നെയും ഓടി ഇറങ്ങി വെള്ളം കൊണ്ടുവരുന്നു, ആടുകൾക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്നു. ഇങ്ങനെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഏലിയാസാർ അവിടെ വരുന്നത്. ഏലിയാസാർ അവളെ നോക്കിയപ്പോൾ ഏലിയാസാറിൻ്റെ ഉള്ളത്തിൽ തോന്നി, ഇവളായിരിക്കില്ലേ എൻ്റെ യജമാനൻ്റെ മകൻ്റെ ഭാര്യ. ഏലിയാസാർ വളരെ ബുദ്ധിപൂർവം കാര്യഗൗരവത്തോടെ ഏലിയാസാർ കരുതിയിരുന്ന വളയും പൊന്മൂക്കുത്തിയും എടുത്ത് അവൾക്ക് കൊടുത്തു. മുൻകൂട്ടി അവൾക്ക് ചില ആഭരണങ്ങൾ കൊടുത്തു. ചോദിച്ചു, മോളെ നീ ആരുടെ മകളാണ്? ചോദിച്ചു, ഞാൻ ബെഥുവേലിൻ്റെ മകളാണ്. ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇന്ന് രാപാർപ്പാൻ പറ്റുമോ? നിങ്ങൾക്ക് രാപാർക്കാം, ഈ ഒട്ടകങ്ങൾക്ക് രാപാർക്കാം, ഒട്ടകങ്ങൾക്കുള്ള തീനും മറ്റും അവിടെയുണ്ട്, വയ്ക്കുവൽ ധാരാളമുണ്ട്, എല്ലാം ഉണ്ടല്ലോ, നിങ്ങൾ വരാം. അവൾ ക്ഷണിച്ചു. ഏലിയാസാറിന് മനസ്സിലായി, ഇവൾ തന്നെയാണ് ഇസ്ഹാക്കിൻ്റെ ഭാര്യ. ഒരുക്കുകയാണ്, മണവാട്ടി ഒരുക്കുകയാണ്. വീട്ടിൽ വന്നു, സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോൾ ഏലിയാസാർ പറഞ്ഞു, എൻ്റെ യജമാനായ അബ്രഹാമിന് ഒരു മകനുണ്ട്. അവൻ ഏകജാതനാണ്, അവൻ സുന്ദരനാണ്, അവൻ അനുസരണമുള്ള മകനാണ്, വളരെ നല്ല സൽസ്വഭാവിയാണ്. ആ യൗവനക്കാരന്
ഒരു ഭാര്യയെ തേടിയാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്. എൻ്റെ യജമാനായ എബ്രഹാം പിതാവ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നതല്ല എലിയാസാർ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് കേൾപ്പിച്ച് ആ പെൺകുട്ടിയെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇസ്ഹാക്കിൻ്റെ വർണ്ണനകൾ കേൾക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ കൗതൂഹലം പൊങ്ങുകയാണ്, ഉയരുകയാണ്, സന്തോഷം അവളുടെ ഹൃദയത്തിൽ അലിയടിക്കുകയാണ്. എലിയാസാർ പറയുന്നത് അവളുടെ സഹോദരനായ ലാബാൻ കേട്ടു, അമ്മ കേട്ടു, അപ്പനായ ബെഥൂവേൽ കേട്ടു. ഇതെല്ലാം പറഞ്ഞ് അന്ന് അന്തി ഉറങ്ങി. പിറ്റേ ദിവസം എലിയാസാർ പറഞ്ഞു, ബാലയെ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകട്ടെ. അമ്മ പറഞ്ഞു, അല്ല, ബാല ഒരു 10 ദിവസമെങ്കിലും താമസിക്കട്ടെ, ഒരു 10 ദിവസമെങ്കിലും. എങ്ങനെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടുന്നത്? കൊച്ചു പെൺകുട്ടിയല്ലേ, ഞങ്ങൾ വളർത്തിയ കുട്ടി ഈ 600 നാഴിക ദൂരേക്ക് പോവുകയല്ലേ, ഒരു കുറച്ച് ദിവസം കൊണ്ട് താമസിക്കട്ടെ, 10 ദിവസമെങ്കിലും താമസിക്കട്ടെ. എലിയാസാർ പറഞ്ഞു, അയ്യോ, അങ്ങനെ താമസിക്കാൻ പറ്റുകയില്ല, താമസിക്കാൻ സാധ്യമല്ല, താമസിക്കാൻ സൗകര്യമില്ല, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം എൻ്റെ യജമാനായ എബ്രഹാം പറഞ്ഞു വിട്ടിട്ട് ദിവസങ്ങളായി ഞാൻ യാത്ര ചെയ്ത് വരെ വന്നു. ഒട്ടകങ്ങളും കഴുതകളും എല്ലാമായിട്ട് ഞാൻ വന്നതാണ്, എത്രയും വേഗം മടങ്ങിപ്പോകണം. എലിയാസാർ നിർബന്ധിച്ചു. ഉടനെ പോകണമെന്നാണ് പറയുന്നത്. അവർ ധർമ്മസങ്കടത്തിലായി. അവർക്ക് ബാലയെ അപ്പോൾ വിടാൻ സമ്മതമല്ല. എലിയാസാർ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ലാബാനറിയാം ഇത് യഹോവയാൽ വരുന്ന കാര്യമാണെന്ന്. ഈ വിവാഹാലോചന യഹോവ കൊണ്ടുവന്ന കാര്യമാണെന്ന് ലാബാന് മനസ്സിലായി. ഇത് യഹോവയാൽ വരുന്നു. നാം വായിക്കുന്നു, എലിയാസാർ നിർബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ബാലിയോട് ചോദിക്കാം, അവളുടെ അഭിപ്രായപ്രകാരം ചെയ്യാം, അവൾ വരാമെന്ന് പറയുകയാണെങ്കിൽ പോരട്ടെ. അവർ ചോദിച്ചു, മോളെ, നീ ഈ പുരുഷനോട് പോകുന്നുവോ? നീ ഈ പുരുഷനോട് പോകുന്നുവോ? അവൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല, ഞാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ കഥയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എത്രയും വേഗം രാജാധിരാജാവായ കർത്താവായ യേശുവിൻ്റെ മണവാട്ടിയാകുവാൻ നാം പുറപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ മനോഹരമായ അത്ഭുത സത്യം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. എലിയാസാർ ആടയാഭരണങ്ങൾ എടുത്ത് അവൾക്ക് കൊടുത്തു, വസ്ത്രങ്ങൾ കൊണ്ടുവന്നിരുന്നു, പൊന്നാഭരണങ്ങൾ കൊണ്ടുവന്നിരുന്നു, അതെല്ലാം കൊടുത്തു. അവളെ അണിയിച്ചൊരുക്കി. ഈ ആട എന്ന് പറയുന്നത് വിരിപ്പാവാണ്, മന്ത്രകോടിയാണ്. അതെല്ലാം കൊടുത്ത് അവളെ ഒരുക്കി. അങ്ങനെ ഒട്ടകപ്പുറത്ത് കയറ്റി അവളെയും കൊണ്ട് പോവുകയാണ്. ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് റിബേക്ക, വേറെ ഒട്ടകത്തിൻ്റെ പുറത്ത് എലിയാസാർ, വേറെ അനേക ഒട്ടകങ്ങൾ. ആ ഒട്ടകങ്ങളുടെ എല്ലാം പുറത്ത് വേലക്കാർ, ബാല്യക്കാർ യാത്ര പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ജീവിതത്തിൽ ഒരു വലിയ കനത്ത തീരുമാനം നാം എടുത്തില്ല എന്ന് വരികിൽ നാം എതിർക്രിസ്തുവിൻ്റെ പിണിയാളുകളായി പോകും. വ്യക്തമായ തീരുമാനം, വൈകാൻ പാടില്ല. നീ പുരുഷനോട് പോകുന്നുവോ? ഞാൻ പോകുന്നു. അവൾ പറയുകയാണ്, ഞാൻ പോകുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അബ്രഹാം പിതാവിൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി മണവാട്ടിയായി പുറപ്പെട്ട റിബേക്കയെ പോലെ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാൻ. എന്നാൽ നിർഭാഗ്യവശാൽ അനേകരിന്ന് എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അനേകരിന്ന് സാത്താൻ്റെ മണവാട്ടിയാണ്. അനേകരിന്ന് സാത്താൻ്റെ പിണിയാളുകളാണ്. സാത്താൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നവരാണ്. അല്ലേ? അതുകൊണ്ടല്ലേ വഴക്കുണ്ടാകുന്നത്, അതുകൊണ്ടല്ലേ ദുര്യാഗ്രഹം ഉണ്ടാകുന്നത്, അതുകൊണ്ടല്ലേ അനർത്ഥങ്ങൾ നടക്കുന്നത്. ഇന്ന് അനേകരും പിശാചിൻ്റെ മണവാട്ടിയാണ്. നിങ്ങൾ ദയവായി ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ പാപമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അസൂയയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അത്യാഗ്രഹമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ മുൻവിധികളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയശൂന്യത, സ്നേഹമില്ലായ്മയുണ്ടോ? ഹൃദയത്തിൽ ദീനതയാലുത്വമില്ലാതെ പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ദുഃഖിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ സാധിക്കാതെ പോയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ, യേശുക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ അന്ത്യക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അന്ത്യക്രിസ്തുവിൻ്റെ മണവാട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സാക്ഷാൽ ക്രിസ്തുവിന് ഒരു മണവാട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അന്ത്യക്രിസ്തുവിനെ ഒരു മണവാട്ടി ഒരുങ്ങുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന് മണവാട്ടി ഒരുങ്ങുന്നു. ഏത് ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുന്ന മണവാട്ടി സംഘത്തിലാണോ ഞാൻ? അതോ സാക്ഷാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയിൽ ആ മണവാട്ടി സഭയിലാണോ ഞാൻ? ദൈവത്തിന് സ്തോത്രം. എല്ലാ സമുദായങ്ങളിലും ക്രിസ്തുവിന് മണവാട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമുദായഭേദം എന്നുള്ളതിന് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയാറുള്ളത്, സഭ മാറണ്ട എന്ന്, സമുദായം മാറണ്ട എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. എല്ലാ സമൂഹത്തിലും വിശുദ്ധ മണവാട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സമൂഹത്തിലും, കത്തോലിക്ക സഭയിലും, യാക്കോബായ സഭയിലും, ഓർത്തഡോക്സ് സഭയിലും, അതേ പെന്തിക്കോസ്ത് സഭയിലും, ഏതെല്ലാം സഭകളുണ്ടോ എല്ലാ സഭകളിലും ഈ മണവാട്ടി സഭയായിട്ട് ഒരുങ്ങാം. ഓരോരുത്തർക്കും ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, അതിന് സഭ മാറേണ്ട ആവശ്യമില്ല.
നിങ്ങളുടെ ഹൃദയം മാറ്റിത്തരും. ഇതുവരെയും സാത്താൻ്റെ അഭിമതത്തിന് വേണ്ടി നിന്നുപോയിരുന്ന നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ ഇന്ന് നമുക്ക് ഈ മഹാഭാഗ്യം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ഈ മഹാസന്തോഷം ലഭിക്കും. ക്രിസ്തുവിൻ്റെ മടവാട്ടിയാകുന്ന സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ മടവാട്ടി സഭയുടെ അംഗമാകുന്ന സന്തോഷം. ക്രിസ്തുവിൻ്റെ ആ കൈകളിൽ നിന്ന് ആടയാഭരണങ്ങൾ വാങ്ങി ധരിക്കുന്നതായ മഹാസന്തോഷം. സ്വർഗീയ തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്വർഗീയ മണവറയിലേക്ക് കയറുന്ന മഹാസന്തോഷം. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിച്ചാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയുടെ അംഗമായി ക്രിസ്തുവിൻ്റെ മണവറയിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇത്രയും പറഞ്ഞതുകൊണ്ട്? എന്ത് ഗ്രഹിക്കാൻ പറ്റി? നിങ്ങൾ ചിന്തിക്കൂ. ഞാൻ ഇന്ന് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണോ? എന്നിൽ വിശുദ്ധിയാണോ ഉള്ളത്? യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധി എൻ്റെ സ്വഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ മനോഭാവമാണോ എനിക്കുള്ളത്? യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണോ എൻ്റെ ഹൃദയത്തിലുള്ളത്? ഏവരെയും സ്നേഹിക്കുന്ന സ്നേഹം, എതിരാളികളെ പോലും സ്നേഹിക്കുന്ന സ്നേഹം, എതിർക്കുന്നവരെ പോലും സ്നേഹിക്കുന്ന സ്നേഹം, തന്നെ കുത്താൻ വരുന്നവരോട് സ്നേഹിത നീ വന്ന കാര്യം എന്തായെന്ന് ചോദിക്കുന്ന ആ സ്നേഹം, തന്നെ ഒറ്റുകൊടുക്കാൻ വരുന്നവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്തായെന്ന് ചോദിക്കുന്ന സ്നേഹം, ആ സ്നേഹമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നെന്ന് പറയുകയല്ല. ഞാൻ എളിമയോടെ കുരിശിൻ ചുവട്ടിൽ എന്നെ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട് പറയുകയാണ്, എൻ്റെ കർത്താവേ, ആ സ്നേഹം എനിക്കും തരണമേ, ആ സ്വഭാവം എനിക്കും തരണമേ. യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ പ്രകൃതം, യേശുവിൻ്റെ സ്വരൂപം, യേശുവിൻ്റെ സാദൃശ്യം ഇല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഇത്രയും കാലം ഞാൻ മാനസാന്തര ജീവിതം നയിച്ചുവെങ്കിലും എനിക്ക് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം കിട്ടിയില്ലെങ്കിൽ പോവുകയും നിന്നെ അറിയുന്നില്ല എന്നുള്ള ശബ്ദം ഞാനും കേൾക്കേണ്ടി വരുമല്ലോ. സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുക, ക്രിസ്തുവിൻ്റെ വിശുദ്ധ മണവാട്ടിയായി തീരുക. ഇന്ന് നിങ്ങളുടെ സമയമാണ്. നിങ്ങളെ തന്നെ സമർപ്പിക്കൂ, നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കൂ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. കർത്താവേ, ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടി, ഇന്നു മുതൽ ഞാനൊരു വിശുദ്ധ മനുഷ്യൻ, ഇന്നു മുതൽ ഞാനൊരു പരിശുദ്ധ മനുഷ്യൻ, ഇന്നു മുതൽ കർത്താവേ ഞാനൊരു വിശുദ്ധ സ്ത്രീ. നിങ്ങൾ സമർപ്പിക്കൂ. നിങ്ങൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ അതിൻ്റെ കരുണകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, നിൻ്റെ വാത്സല്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ പുരുഷനോട് പോകുന്നുവോ എന്ന ചോദ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞാനും പോകുന്നെന്ന് പറയുവാൻ തക്കവണ്ണം, ഞാൻ പോകുന്നു നിശ്ചയിക്കുവാൻ തക്കവണ്ണം റിബേക്കയ്ക്ക് തോന്നിയതുപോലെ ഇന്ന് ആ തോന്നലിലേക്കും ശ്രദ്ധയിലേക്കും തീരുമാനത്തിലേക്കും വരുവാൻ ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.